ലൊദാത്തോ ജെസുക്രിസ്തോ. റോമിലെ പ്രസിദ്ധമായ പിയാസ ദെൽ പോപ്പുളോ പീപ്പിൾസ് സ്ക്വയറിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു പിയാസ സ്ക്വയറാണിത്. ഈ സ്ക്വയറിൻ്റെ ചുറ്റും നമുക്ക് ധാരാളം മോണുമെൻറ്റ്സ് കാണുവാനായിട്ട് സാധിക്കും. അതിലേറെയും പള്ളികളാണ്. 15-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലുമൊക്കെ നിർമ്മിച്ച പള്ളികൾ. 1655 നിർമ്മിച്ച ഒരു കമാനമാണിത്. രാജാക്കന്മാർ തെരുവീതിയിലൂടെ രാജകീയമായി രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇത്തരം കമാനങ്ങൾ പണ്ടത്തെ കാലത്ത് ഇവർ നിർമ്മിച്ചിരുന്നത്. പീപ്പിൾസ് സ്ക്വയറിൻ്റെ രണ്ട് വശത്തുമായി മാതാവിൻ്റെ പ്രസിദ്ധമായ 2 പള്ളികളാണുള്ളത്. ഈ 2 പള്ളികളും മാതാവിന്, പരിശുദ്ധ കന്യകാമറിയത്തിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പള്ളികളാണ്. വളരെ മനോഹരമായ ഫൗണ്ടെയിൻസാണ് ഈ സ്ക്വയറിൻ്റെ നടുവിലായിട്ട്, ഒത്ത നടുവിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫൗണ്ടെയിൻസിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഒബിലിസ്കോ എന്നറിയപ്പെടുന്ന ഈ കൽത്തൂണുള്ളത്. ഇത്തരം ഒബിലിസ്കോ വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണാവുന്ന ഒരു പ്രതിഭാസമാണ്. ഈ ഭാഗത്തായി കാണപ്പെടുന്ന ഈ പള്ളിയുടെ പേര് മദോണ്ണ ദൈ പോപ്പൊളി എന്നാണ്. ഒരുപക്ഷെ ഈ മാതാവിൻ്റെ പേരിൽ നിന്നായിരിക്കാം ഈ സ്ക്വയറിന് പീപ്പിൾസ് സ്ക്വയർ എന്ന് പറയുന്ന പേര് കിട്ടിയിരിക്കുന്നത്. ഓർ ലേഡി ഓഫ് പീപ്പിൾ, പീപ്പിൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ജനങ്ങളുടെ എന്നർത്ഥത്തിലാണ് പക്ഷെ പറയുക. പീപ്പിൾസ് സ്ക്വയർ എന്നാണ് അറിയപ്പെടുക. പീപ്പിൾസ് സ്ക്വയർ നമ്മളെ നയിക്കുന്നത് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു രാജകീയ പാതയിലേക്കാണെന്ന് പറയാം. ഈ പാതയുടെ അവസാനമായി കാണുന്നത് പിയാസ ദി വെനീസ്യ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് പലാസ്സോ ദി വെനീസ്യ എന്നറിയപ്പെടുന്ന റോമിലെ, ഇറ്റലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷി മണ്ഡപമുള്ളത്. റോമിനെക്കുറിച്ച് പറയുന്നത് ഓരോ 100 മീറ്ററിലും ഒരു പള്ളിയാണെന്നാണ്. എന്നാൽ നോക്കുക, 100 മീറ്ററിലല്ല, ഓരോ 10 മീറ്ററിലോ അല്ലെങ്കിൽ മുഖാഭിമുഖമായിട്ടൊക്കെയോ ധാരാളം പള്ളികൾ നമുക്ക് ഈ സ്ട്രീറ്റിൽ തന്നെ കാണുവാനായി സാധിക്കും. ഈ വീതി സാധാരണ പോലെ തന്നെ വളരെ നിറങ്ങൾ ഉള്ള, കളർഫുള്ളായിട്ടുള്ള ഒരു വീതിയാണെന്ന് പറയാം. ലോകത്താകമാനമുള്ള സർവ്വനിറത്തിലും സർവ്വരാജ്യങ്ങളിലും പെട്ട വ്യക്തികൾ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ട് ഇവിടെ എത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടുത്തുകാർ വളരെയധികം മൃഗസ്നേഹികളാണ്. പ്രത്യേകിച്ച് നായ്ക്കുട്ടികളുമായിട്ട് നടക്കുന്ന ആൾക്കാരെ നമുക്ക് തെരുവീതിയിൽ ആകമാനം കാണാൻ സാധിക്കും. ഇറ്റലിയിലെ ഐസ്ക്രീം കടകൾ വളരെ ഫേമസ് ആണ്. ഐസ്ക്രീം എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നത് ജലാത്തോ എന്നാണ്. യാത്രികർ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഐസ്ക്രീം. ഇറ്റലിയിലെ മൊണുമെൻറ്റ്സിൽ അധികവും പള്ളികളാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇതാ ഈ പാതയുടെ അരികിലായി ഒരു ബസിലിക്ക, വളരെ വലിയൊരു പള്ളിയാണിതുള്ളത്. നോക്കുക, ആ പള്ളി കഴിഞ്ഞാൽ മീറ്ററുകൾ പോലും വ്യത്യാസമില്ലാത്ത സ്ഥലത്ത് അതേ വലുപ്പത്തിലുള്ള മറ്റൊരു പള്ളിയാണ് നിൽക്കുന്നത്. ധാരാളം പള്ളികൾ, ഓരോ പള്ളിയും ചിത്രകലയുടെയും ശില്പകലയുടെയും ഒക്കെ നല്ല നല്ല ഉദാഹരണങ്ങൾ നൽകുന്ന പള്ളികളാണ്. വിശുദ്ധ ജാക്കോമോ, അതായത് ജേക്കബിൻ്റെ നാമധേയത്തിലുള്ളതാണ് രണ്ടാമതായി നമ്മൾ കണ്ട ഈ പള്ളി. വളരെ മനോഹരമാണ് ഇതിൻ്റെ കവാടം. വിയാ ദെൽ കോർസോ എന്നറിയപ്പെടുന്ന ഈ പാതയുടെ ഇരുവശങ്ങളിലുമായി മനോഹരമായ എത്രയെത്ര പള്ളികളാണെന്ന് നോക്കുക. മനോഹരമായ കുറച്ചധികം പാലസുകളുണ്ട്. ഇപ്പോൾ അത് ഷോപ്പുകളായിട്ട് മറ്റൊക്കെ ഉപയോഗിക്കുന്നു. എങ്കിലും അധികം അട്രാക്ഷൻ അർഹിക്കുന്നത് പള്ളികൾക്ക് തന്നെയാണ്. ധാരാളം പള്ളികളാണ് ഈ ഒരു പാതയിലുള്ളത്. വിയാ ദെൽ കോർസോയിൽ കാണുന്ന ഈ ഒരു ദേവാലയം വിശുദ്ധ അംബ്രോസിൻ്റെയും വിശുദ്ധ ചാൾസിൻ്റെയും ദേവാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ ദേവാലയം ആർക്കിടെക്ചറൽ ആയിട്ട് വളരെയധികം മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.